ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് +1 ഫസ്റ്റ് ചാപ്റ്റർ ആയ സെക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത്. അതിനെപ്പറ്റി അല്ല നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത്. നിങ്ങൾ 10th വരെ പഠിച്ച് എന്ത് പഠിച്ചോ അതിൽ നിന്നൊക്കെ ഡിഫറൻസ് ആണ് +1 +2 എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം 10th വരെ എന്തൊക്കെ പഠിച്ചോ അത് നിങ്ങൾ ബേസ്ഡ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറയാൻ അങ്ങനെ വലിയ ചാപ്റ്റേഴ്സ് ഒന്നും കണ്ടിന്യൂഷൻ ആയിട്ടില്ല. +1 +2 നിങ്ങൾ പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ പുതിയ കാര്യങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. ഈ ഫസ്റ്റ് ചാപ്റ്റർ ആയ നിങ്ങൾ +1 ഫസ്റ്റ് ചാപ്റ്റർ ആയ സെക്സ് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു ടോപ്പിക്കാണ്. അപ്പോ ആ പുതിയൊരു കാര്യം നമുക്ക് എപ്പോഴും എന്താണ് പുതിയൊരു കാര്യം കേൾക്കുമ്പോൾ അത് അറിയാവുന്ന ഒരു ക്യൂരിയോസിറ്റി കാണും. അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു പാടിലാണ്. അപ്പോ ഇത് ഈസി ചാപ്റ്റർ ആണ്. നിങ്ങൾ +1 ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഈസി ചാപ്റ്റർ ആണ്. ആ കൺസെപ്റ്റ് ആദ്യമേ മനസ്സിലാക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ആ ചാപ്റ്റർ എന്താണ് എന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് വരുന്നത് സെക്സ് എന്നാണ്. സെക്സ് എന്ന് പറയുന്ന പേര് പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. സെക്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഡെഫിനിഷൻ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ആൻ ഒബ്ജക്ട്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സെക്സ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ആൻ ഒബ്ജക്ട്. വെൽ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എണ്ണാൻ പറ്റും, ഇത്ര ഉണ്ട്, കൗണ്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ക്രിക്കറ്റ് ടീമിലെ പ്ലെയേഴ്സിന്റെ എണ്ണം നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോ നമുക്ക് കൃത്യമായിട്ട് പറയാം എന്തുവാണ് ഇത്ര നമ്പർ ഉണ്ട് എന്ന് പറയാമെങ്കിൽ അതിനെല്ലാം നമുക്ക് സെറ്റ് എന്ന് പറയാം. അപ്പൊ സെറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ആൻ ഒബ്ജക്ട്. അത് മനസ്സിലായല്ലോ. മീൻസ് ചെയ്യുന്നത് എന്തുവാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എത്ര എണ്ണം ഉണ്ട് എന്ന് പറയാൻ പറ്റും. അത് പറയാൻ പറ്റാത്തതെല്ലാം എന്തുവാണ് സെക്സ് അല്ല. നമ്മളത് ചോദിക്കുകയാണ് വേൾഡിലെ ആനിമൽസിന്റെ എണ്ണം ഒന്ന് നമ്മൾ കൗണ്ട് ചെയ്യാം. നമ്മൾ കണ്ടത് കാണാത്തതുണ്ടായിരിക്കാം, നമുക്കറിയില്ല വേൾഡിൽ എത്ര അനിമൽസ് ഉണ്ട് എന്ന് നമുക്കറിയില്ല. പല പല വെറൈറ്റി അനിമൽസ് ആണ്. അപ്പൊ അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതെന്തല്ല സെക്സ് അല്ല. നമ്മുടെ റിവേഴ്സ്, നമ്മുടെ ഇന്ത്യയുടെ റിവേഴ്സ് ഓക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ശരി ഓക്കെ ഇത്ര റിവേഴ്സുകൾ കാണും. നമ്മൾ അറിയപ്പെടാത്ത റിവേഴ്സുകൾ കാണും. അപ്പൊ നമുക്ക് അതൊന്നും ഒരിക്കലും എന്തുവാണ് പറയാൻ പറ്റില്ല. ഒരു ഓതറിന്റെ ബുക്ക് പറയാണ്, ഒരു ആളെഴുതിയ ബുക്ക് പറയുകയാണെങ്കിൽ ആ ഓതറിന് അറിയാം ഇത്ര ബുക്ക് ഓതർ എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. അത് നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ആ ബുക്സിന്റെ എണ്ണവും ചിലപ്പോൾ കാണാം. അപ്പൊ അതൊക്കെ നമുക്ക് എന്തുവാണ് കൗണ്ടബിൾ ആണ്, എണ്ണം പറ്റും. അപ്പൊ അതൊക്കെ നമുക്ക് സെറ്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യാം. എന്നാൽ വേറെ കുറെ കേസുകൾ എടുത്തു കഴിഞ്ഞാൽ സെക്സ് അല്ല. നമ്മുടെ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ഫസ്റ്റ് അതിനെ പറയാം. നാച്ചുറൽ നമ്പേഴ്സ് സെക്സ് ആണ്. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1, 2, 3 എക്സെട്ര. ഒരിക്കലും എന്തുവാണ് എൻഡിങ് നമ്മൾ എവിടെയാണെന്ന് അറിയുന്നില്ല. അപ്പൊ അതെന്തല്ല സെക്സ് അല്ല. അതുപോലെ തന്നെ ഹോൾ നമ്പേഴ്സ് എൻഡിങ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. എൻഡിങ് ഇതുവരെയ്ക്ക് കണ്ടുപിടിച്ചിട്ടില്ല, സെക്സ് അല്ല. ഇന്റീജേഴ്സ് സെക്സ് ആണോ? അല്ല, എൻഡിങ് പോയിന്റ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ എന്തല്ല സെക്സ് അല്ല. ഈവൻ നമ്പേഴ്സ് സെറ്റ് ആണോ? അല്ല. ഹോൾ നമ്പേഴ്സ് സെറ്റ്സ് അല്ല. അപ്പൊ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. നമുക്ക് നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുന്ന സാധനം കൗണ്ടബിൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, എണ്ണാൻ പറ്റുമെങ്കിൽ അത് സെറ്റ്, എണ്ണാൻ പറ്റിയില്ലെങ്കിൽ അത് സെറ്റ് അല്ല. അതാണ് സെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെറ്റ്സ് ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സെറ്റിനെ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് സെറ്റിന്റെ ഡിനോട്ട് ചെയ്യുന്നത്. സെറ്റിന്റെ പേരിടുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ സെറ്റ് എ, പി അങ്ങനെ ക്യാപിറ്റൽ ലെറ്ററിലാണ് എപ്പോഴും സെറ്റ് പറയുന്നത്. നമ്മൾ പറയുമ്പോൾ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ബി ഈക്വൽ ടു സ്മോൾ ലെറ്റർ യൂസ് ചെയ്യില്ല. സെറ്റിന്റെ പേര് കൊടുത്തപ്പോൾ എന്ത് ഉപയോഗിക്കുള്ളൂ? ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുള്ളൂ. നെക്സ്റ്റ് നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ബ്രാക്കറ്റ്. സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ബ്രാക്കറ്റ് ഈ ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സെറ്റ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ്. വെൽ ഡിഫൈൻഡ് മീൻ ചെയ്യുന്നത് കൗണ്ടബിൾ ആയിട്ടുള്ളത്. നമുക്ക് എണ്ണാൻ പറ്റും, ഇത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണാൻ പറ്റുവാണെങ്കിൽ അത് സെറ്റ്, എണ്ണാൻ പറ്റുന്നില്ല എങ്കിൽ അത് സെറ്റ് അല്ല. അത് ഞാൻ എക്സാമ്പിളും പറഞ്ഞു.
അടുത്ത നമുക്ക് ഓർക്കേണ്ടത് സെറ്റ് എപ്പോഴും നമ്മൾ എന്തിലെ ഡിനോട്ട് ചെയ്യാം? ക്യാപിറ്റൽ ലെറ്ററിൽ ഡിനോട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ ബ്രാക്കറ്റ് ആണ്. ഡബിൾ ബ്രാക്കറ്റ് എന്ന് പറയും. കർലി ബ്രാക്കറ്റ് ഡബിൾ ബ്രാക്കറ്റ് ആണ് എടുക്കാൻ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഓർക്കേണ്ടത് ഈ സെറ്റിനകത്ത് നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. സ്മോൾ ലെറ്റർ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ സെറ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് നാച്ചുറൽ നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ഏത് ലെറ്റർ, ഇൻഡിജേഴ്സ്, അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ മെയിൻലി ഫസ്റ്റ് എന്തുവാണ്, സെറ്റ് എന്തുവാണെന്നും ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബ്രാക്കറ്റ് ഇതാണ്, സ്മോൾ ലെറ്ററിലാണ് അടുത്ത യൂസ്. ഓക്കെ, അത് നമുക്ക് ഈ ചാപ്റ്ററില് അത്യാവശ്യം വേണ്ട കുറച്ച് ടേംസ് എന്താണെന്ന് പഠിക്കാം. നിങ്ങളിത് എനിക്ക് കണ്ടിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ എന് ഡിനോട്ട് ചെയ്യുന്നത് നാച്ചുറൽ നമ്പേഴ്സിനെയാണ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററില് ഈ ലെറ്റേഴ്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ഉണ്ട്. ക്യാപിറ്റൽ എൻ നാച്ചുറൽ നമ്പറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എൻ അത് കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷെ ഇസഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡീജേഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇസഡ് ഇൻഡീജേഴ്സിനെയാണ്. ഇൻഡീജേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പർ നമുക്കറിയാലോ, 1, 2, 3 എക്സെട്ര അങ്ങനെ. ഇൻഡീജേഴ്സ് എന്ന് പറയുമ്പോഴും നെഗറ്റീവ് വരും, 0 വരും, പോസിറ്റീവ് വരും. അതായത് എന്തെങ്കിലും നമുക്കറിയില്ല, നെഗറ്റീവ് -2, -1, 0, 1, 2 എക്സെട്ര. ഇവിടെയും എന്തുവാണ് ഇൻഫിനിറ്റി വരെ പോകും. നമുക്ക് ലാസ്റ്റ് ടൈം അറിയില്ല, അങ്ങോട്ട് പോസിറ്റീവിലും ലാസ്റ്റ് ടൈം എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇതാണ് ഇൻഡീജേഴ്സ് എന്ന് പറയുമ്പോൾ. നോർമലി വെറും ഇൻഡീജേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. ഇനി 2 എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് റാഷണൽ നമ്പർ ആണ്. റാഷണൽ നമ്പർ എന്ന് പറയുന്നത് എന്തുവാണ്, നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട്. എന്തുവാണ്, P/Q ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ അതിലെ എല്ലാ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്, അതായത് എക്സാമ്പിൾ ഇത് 1/2 കണ്ടോ, P/Q എന്ന ഫോമിലാണ്. 3/4 അങ്ങനെ എഴുതാൻ പറ്റുന്നതാണ് റാഷണൽ നമ്പർ. അപ്പോ ക്യാപിറ്റൽ Q ഡിനോട്ട് ചെയ്യുന്നത് റാഷണൽ നമ്പറിനെയാണ്. ഇവിടെ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇവിടെ ക്യാപിറ്റൽ R ഉണ്ട്. ക്യാപിറ്റൽ R ഉണ്ടെന്ന് പറയുമ്പോൾ അത് റാഷണൽ നമ്പർ എന്ന് വിചാരിക്കരുത്. ക്യാപിറ്റൽ R ഡിനോട്ട് ചെയ്യുന്നത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ റാഷണലും പോയിന്റ്സും എല്ലാ നമ്പേഴ്സും വരുന്നത് റിയൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ വരും, ഹോൾ നമ്പേഴ്സ് വരും, എല്ലാ നമ്പേഴ്സും വരും. അതാണ് റിയൽ നമ്പേഴ്സ്. അപ്പൊ ഇത്രയും ടേംസാണ് നിങ്ങൾ മെയിൻലി ഓർക്കേണ്ടത്. എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ക്യാപിറ്റൽ എൻ, ക്യാപിറ്റൽ ഇസഡ്. എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ക്യാപിറ്റൽ ഇസഡ് എന്ന് പറയുന്നത് ഇൻഡിജേഴ്സിനെ, നോർമലി വെറും ഇസഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് റാഷണൽ നമ്പറിനെയാണ്. എന്താണ് റാഷണൽ നമ്പർ? P/Q ഫോമിൽ എഴുതുന്നത്, ഫ്രാക്ഷൻ, അത്രേ ഉള്ളൂ. R എന്ന് പറയുന്നത് റിയൽ നമ്പർ. ഇനി ഇതേ സെയിം 3 ടേമിന്റെ ഈ 3 ടേമിന്റെ ഒരു പ്ലസ് ആയിട്ടാണ് എഴുതിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇസഡ് ഇവിടെ എന്തുവായിരുന്നു? ഇൻഡീജേഴ്സ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇസഡ് പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് എന്നല്ല മനസ്സിലാക്കിയത്, പോസിറ്റീവ് സൈൻ. അപ്പോ ഇവിടെ ഇസഡ് പ്ലസ് എന്ന് വെച്ചിട്ടാണ് പോസിറ്റീവ് ഇന്റീജർ മാത്രം പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇസഡ് പ്ലസ് എന്ന് പറയുന്നത്, പോസിറ്റീവ് ഇന്റീജർ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇസഡ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് ഇന്റീജർ മാത്രമേ അവിടെ എടുക്കാവൂ. അടുത്ത Q പ്ലസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് റാഷണൽ നമ്പർ. നെക്സ്റ്റ് R പ്ലസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്, പോസിറ്റീവ് റിയൽ നമ്പർ. ഈ ടേമുകള് ഒരിക്കലും മറക്കരുത്. n എന്ന് പറയുന്നത് എന്തുവാണ്, നാച്ചുറൽ നമ്പർ. അതുകൊണ്ട് +1 അല്ല, +2 അല്ല, ഇനി അങ്ങോട്ട് ഹയർ സ്റ്റഡീസിൽ പോയാലും നല്ല ലെറ്റേഴ്സ് ആണ്. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. ക്യാപിറ്റൽ Z ഡിനോട്ട് ചെയ്യുന്നത് ഇൻഡിജേഴ്സിനെയാണ്. ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് റാഷണൽ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നു. ക്യാപിറ്റൽ R റിയൽ നമ്പേഴ്സ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ എടുത്തെങ്കിൽ ഇസഡ് പ്ലസ് വരുവാണെങ്കിൽ എന്താണ്, പോസിറ്റീവ് ഇന്റീജർ. അടുത്ത Q പ്ലസ് ആണെങ്കിൽ പോസിറ്റീവ് റാഷണൽ നമ്പർ. R പ്ലസ് ആകുമ്പോൾ പോസിറ്റീവ് എന്തുമാണ്, റിയൽ നമ്പേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് ഓർക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് നോക്കിയത്, സെറ്റ് എന്താണെന്ന് പറഞ്ഞു, ഇത് മൾട്ടിപ്ലൈങ് കളക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. അതിൽ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. എന്തുവാണ്, കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാം എന്തുവാണ്, സെറ്റ് ആണ്. കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് ഒന്നും സെറ്റ് ഉള്ള. ഓക്കെ,
പിന്നെ നമ്മൾ എന്തുവാണ് പറഞ്ഞത്, സെറ്റ്സിന്റെ ഇത് പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് പറഞ്ഞത് സെറ്റിനെ എന്ത് പേരിൽ നമ്മൾ വിളിക്കാം, അതായത് ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാവൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ സെറ്റ് ഡിനോട്ട് ചെയ്യുന്ന എന്തുവാണ്, ബ്രാക്കറ്റ് പഠിച്ചു. ബ്രാക്കറ്റ് പഠിച്ചതിന് ശേഷം ലാസ്റ്റ് വൺ പഠിച്ചത് എന്തുവാണ്, ബ്രാക്കറ്റിനകത്ത് നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ABC അങ്ങനെ എക്സെട്ര സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തുവാണ്, ഈ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതുവരെയൊക്കെ ആ നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യുന്നതിനെ പറ്റി പഠിച്ചിട്ടില്ല. 10th ലെവലിൽ നിങ്ങൾ പഠിക്കുന്നില്ല. പഠിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എന്നൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. പിന്നെ CBSE ഒക്കെ പഠിച്ചത് പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ മേബി നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിലും ഈ വർഷം മുതൽ നമുക്കത് വേണം ഈ ടെൻസുകൾ. അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നത്, നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഒരു സെറ്റ് എഴുതുന്നത്. അപ്പൊ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് സെറ്റാണ് എഴുതുന്നത്. സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബ്രാക്കറ്റ് ആണ്. 1 2 3 4. ഇതാണ് ഞാൻ എഴുതിയ സെറ്റ്. ഓക്കെ, ഇതാണ് ഞാൻ എഴുതിയ സെറ്റ്. ഇത് ഞാൻ പറയാണ് 5 എലമെന്റ്സ് ഓഫ് എ. ഈ സിമ്പിൾ ശ്രദ്ധിക്കാം. ഇങ്ങനെ എഴുതുന്നതാണ് ഇ. ഇതിങ്ങനെ കുറച്ച് കവർ ചെയ്തിട്ട് സി പോലെ എഴുതിട്ട് ഇങ്ങനെ എഴുതുന്നത്. അതായത് പേര് 5 എ എന്ന സെറ്റിനകത്ത് എലമെന്റ്സ് ആണോ അല്ലയോ എന്നാണ് നമുക്ക് നോക്കാം. നമ്മുടെ സെറ്റ് നോക്കാം. 1 2 3 4. ഇതിനകത്ത് 5 ഇല്ല. അപ്പൊ 5 നമുക്ക് എലമെന്റ്സ് അല്ല. എ എന്ന സെറ്റില് എന്തല്ല, എലമെന്റ്സ് അല്ല 5 എന്നാണ് മീൻ ചെയ്യുന്നത്. പക്ഷെ എലമെന്റ്സ് അല്ല എന്ന് പറയുമ്പോൾ ക്ലോസ് ആയിട്ട് കട്ട് ചെയ്യണം. നോട്ട് എലമെന്റ്സ് ഓഫ്. അപ്പൊ 5 നോട്ട് ആൻഡ് എലമെന്റ്സ് ഓഫ് എ. 5 എ എന്ന സെറ്റിലെ എലമെന്റ്സ് അല്ല. മനസ്സിലായോ? എ എന്ന സെറ്റിനകത്ത് 4 വരെയുള്ളൂ. 5 എലമെന്റ്സ് അല്ല. അതുപോലെ 3 ഞാൻ എലമെന്റ്സ് ഓഫ് എ എന്ന് എഴുതും. ശരിയാണോ നോക്കിയത്? ഇതിനകത്ത് 3 ഉണ്ട്. എ എന്ന സെറ്റിലെ ഒരു എലമെന്റ് ആണ് 3 എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ ഓരോ നമ്പറിനെയും നമ്മൾ എന്തെന്നാണ് പറയുന്നത്, എലമെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ 1 2 3 ഇതിനെല്ലാം പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് എലമെന്റ്സ്. സെറ്റിനകത്തുള്ളത് നമ്പേഴ്സ് എന്ന് പറയില്ല, എലമെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ 3 എന്താണ്, എലമെന്റ്സ് ഓഫ് എ. 3 എ എന്ന സെറ്റിലെ എലമെന്റ്സ് ആണ്. നോക്കപ്പോ തന്നെ അറിയാം. അപ്പോ എലമെന്റ്സ് അല്ല എങ്കിൽ എലമെന്റ്സിന്റെ ക്ലോസ് ആയിട്ട് കട്ട് ചെയ്യും. നോട്ട് ആൻഡ് എലമെന്റ്സ് എന്ന് എഴുതും. ഇനി 3 എലമെന്റ്സ് ഓഫ് എ. അതുപോലെ നോക്കി 4 എലമെന്റ്സ് ഓഫ് എ ആണ്. 6 എലമെന്റ്സ് ഓഫ് എ ആണോ? ഏതാ സെറ്റിൽ 6 ഉണ്ടോ? നോട്ട് ആൻഡ് എലമെന്റ്സ് ഓഫ് എ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ എന്ന സെറ്റില് കുറച്ച് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിലെ ഓരോ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എലമെന്റ്സ്. നമ്പേഴ്സ് എന്നാണ് എലമെന്റ്സ് എന്നാണ് സെറ്റിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഇതില് 1 എലമെന്റ്സ് ഓഫ് എ ആണെങ്കിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഈ സിമ്പലിൽ വേണം എലമെന്റ്സ് എന്നാണ് മീൻ ചെയ്യുന്നത്. എലമെന്റ്സ് ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യുക. 2 എലമെന്റ്സ് ഓഫ് എ ആണെങ്കിൽ ഇത് തന്നെ. അതിനൊരു എക്സാമ്പിൾ വേറൊന്ന് പറഞ്ഞത് 5 എലമെന്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ? 5 ഇതിന്റെ ടേം അല്ല. അപ്പൊ എയിലെ എലമെന്റ്സ് ആവും ഇവയൊന്ന് നോക്കുക. ഒരിക്കലും ആവില്ല. അപ്പൊ നോട്ട് ആൻഡ് എലമെന്റ്സ്. എലമെന്റ്സ് എന്ന് പറഞ്ഞ സിമ്പിൾ ഒരു ക്ലോസ് ആയിട്ട് വരട്ടെ. അപ്പൊ നോട്ട് ആൻഡ് എലമെന്റ്സ് എന്നാണ് മീൻ. അടുത്ത് 3 എലമെന്റ്സ് ഓഫ് എ. ഓക്കെ ആണ്. 3 എയുടെ എലമെന്റ്സ് ആണ്. 4 എടുക്കുന്നു. 4 എലമെന്റ്സ് ഓഫ് എ ആണ്. 6 എലമെന്റ്സ് ഓഫ് എ ആണോ? എയില് 6 ഇല്ല. അപ്പൊ നോട്ട് ആൻഡ് എലമെന്റ്സ് ഓഫ് എ ആണ്. ഇതാണ് അടുത്തൊരു ഇതായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്താണ് എലമെന്റ്സും അത് എന്തുവാണ് എലമെന്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് എന്തുവാണ്, എലമെന്റ്സ് ഏതാണോ സെറ്റ് ചെയ്യുന്നത് അതിനകത്ത് എലമെന്റ്സ് ആവുന്നോ ഇല്ലയോ എന്ന് നോക്കേണ്ടത്. ആ സെറ്റിനകത്ത് ആ പറയുന്ന നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ എലമെന്റ്സ് ആണ്, ഇല്ലെങ്കിൽ നോട്ട് ആൻഡ് എലമെന്റ്സ്. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് സെറ്റ്സിന് 2 ടൈപ്പ്, അതായത് 2 മെത്തേഡിലാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. ഈ സെക്ഷൻ വഴി ഇതുവരെ നമ്മൾ നോക്കിയത് സെറ്റിന്റെ എന്തുവാണ് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഇത് മുതലാണ് നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണ്ട പോർഷൻസ് എന്ന് പറയുന്നത്. 2 methods representing sets. ഫസ്റ്റ് വൺ റോസ്റ്റർ ഓർ ടാബുലാർ ഫോം. 2 പേരും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലാർ ഫോം. അതും അടുത്തെന്താണ് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം,
സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ ഫോം. ഈ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് റോസ്റ്റർ ഫോം എന്തുവാണെന്ന് പറയും. റോസ്റ്റർ ഫോം പഠിക്കപ്പോ ഇതിന് മെയിൻലി നമ്മൾ ചെയ്യേണ്ടത് അവരൊരു സ്റ്റേറ്റ്മെന്റ് തരും. അതായത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന സ്റ്റേറ്റ്മെന്റ് തരും. ഈ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് നമ്പേഴ്സിന് നമ്മള് ഒരു പേര് കൊടുക്കണം, ബ്രാക്കറ്റിനകത്ത് കോമയിട്ട് ആ പറഞ്ഞ കാര്യങ്ങൾ എഴുതണം. അതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് തരും, അതിനെ സെറ്റ് ആക്കി എഴുതുന്നതിനാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. The set of all natural number less than 10. അതായത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, അപ്പൊ 10 ഉൾപ്പെടില്ല, അതിന് താഴെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും അതിന് എന്ത് ഫോമിൽ എഴുതാനാണ്? റോസ്റ്റർ ഫോമില്. അപ്പൊ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പൊ സെറ്റിൽ എന്ത് കൊടുക്കണം? ഒരു പേര്, അത് ഇഷ്ടമുള്ള പേര്, ക്യാപിറ്റൽ ലെറ്റർ ഏത് വേണം കൊടുക്കാം. ഞാൻ എന്നെ കൊടുക്കുന്നു, നമ്മുടെ ബ്രാക്കറ്റ് ഉണ്ട്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10, അപ്പൊ എന്തുവരെ വരും? 1, 2, കോമയിട്ട് ഓരോ നമ്പേഴ്സും കോമയിട്ട് എഴുതണം. 3, 4, 5, 6, 7, 8, 9. 10 വരത്തില്ല, ലെസ് ദാൻ എന്ന് പറയുന്നതാണ്. അപ്പൊ എന്താ കണ്ടോ? അപ്പോ റോസ്റ്റർ ഫോം അതിന് നിങ്ങളെന്തോ ഡെഫിനിഷൻ അങ്ങനെ ഒന്നും പഠിക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു സ്റ്റേറ്റ്മെന്റ് തരും, അതിനെ സെറ്റ് ആക്കി എഴുതുന്നത്. പേര് കൊടുക്കുക, എന്തുവാണ് ബേസസ് ബ്രാക്കറ്റ് കൊടുക്കുക, ആ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സിന് എന്തുവാണ് കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഇതാണ് എന്തെന്ന് പറയുന്നത് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. The set of all numbers less than 11. എന്തുവാണ്? സെറ്റ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ലെസ് ദാൻ 11, അവിടെയും ഈക്വൽ ഇല്ല. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്തെടുക്കാം? സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, പേര് കൊടുക്കാം. നേരത്തെ പേര് കൊടുത്തത് നമുക്ക് വേറൊരു പേര് കൊടുക്കാം, ഡി. ഈ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് തരണം. എന്തുവാണ്? ഓൾ ഓഡ് നമ്പേഴ്സ്. പക്ഷെ എന്തുവാണ്? ഓഡ് നമ്പേഴ്സ് ആണ് എടുക്കേണ്ടത്. ഏതിന് താഴോട്ടുള്ള? 11ന് താഴോട്ടുള്ള ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് 1, 3 സെപ്പറേറ്റഡ് ബൈ എന്തുവാണ്? കോമയാണ്. 3, 5 എന്തുവാണ്? 7, 9. ഇനി അടുത്ത് കോമയായിട്ട് 11 എഴുതേണ്ട കാര്യമില്ലല്ലോ, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ അതൊന്ന് ക്ലോസ് ആയി. ഇതാണ് അടുത്തൊരു എക്സാമ്പിൾ. ഇനി വേറൊന്ന് പറയാം. The set of all even number less than or equal to 8. എന്തുവാണ്? സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെന്നാണ് പറയുന്നത്? 8 എന്നാണ്. വേറൊരു പേര് കൊടുത്തേ, സി. ബ്രാക്കറ്റ് എഴുതുന്നു. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോ 2 വരും, ബ്രാക്കറ്റ് കോമ എഴുതുക. 4, 6, 8 ഇവിടെ വരും. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ശ്രദ്ധിച്ചോണം, ലെസ് ദാൻ മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ 8 വരില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് 8 വരും. അപ്പോ നമുക്ക് കിട്ടിയല്ലോ സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ഇനി വേറൊന്ന് the set of all vowels. അങ്ങനെ വരാം. ഇംഗ്ലീഷ് ലെറ്റർ, അതായത് സ്മോൾ ലെറ്റേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം ബേസ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, സെറ്റിനകത്ത് എന്തുവാണ്? സ്മോൾ ലെറ്റേഴ്സ് വരാം, ക്യാപിറ്റൽ ലെറ്റർ വരാൻ പാടില്ല. സെറ്റ് ഓഫ് ഓൾ വൗവൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൗവൽസ് എന്തുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം സെറ്റിലാക്കണമെങ്കിൽ ഒരു പേര് കൊടുക്കണം. ഡി എന്ന പേര് ഞാൻ വെക്കുന്നു, ബ്രാക്കറ്റ് ഇട്ടു. വൗവൽസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? എ, ഇ, ഐ, ഒ, യു. ഇത്രയല്ലേ ഉള്ളൂ.
ഇനി അങ്ങോട്ട് പറയുന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതാണ് സെറ്റ് ഓഫ് ഓൾ എന്താണ് വവൽസ് എന്ന് പറയുന്നത്. അപ്പൊ റോസ്റ്റർ ഫോം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. എന്താണ് സ്റ്റേറ്റ്മെന്റ് തരും, നിങ്ങൾ അതിന് എന്ത് ചെയ്യണം, സെറ്റിലോട്ട് മാറ്റണം. റോസ്റ്റർ ഫോം അതാണ്. ഇനി അടുത്ത സെറ്റ് ബിൽഡർ ഫോം പഠിക്കുമ്പോൾ നമ്മൾ ഇത് നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആദ്യം റോസ്റ്റർ ഫോം നമുക്ക് ബൈഹാർട്ട് ആക്കിയതിനു ശേഷം അടുത്ത ഇതിലോട്ട് പോകാം. നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, റോസ്റ്റർ ഫോമിലോട്ട് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് ചേഞ്ച് ചെയ്യാൻ. ഈ രണ്ട് പേരും ഇങ്ങനെ ചോദിക്കും, ടാബ്ലർ ഫോം എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ടാണ് രണ്ട് പേര് ചോദിക്കുന്നത്. ഇപ്പൊ റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് തരും, നിങ്ങൾ എന്തിലോട്ടാക്കണം, സെറ്റിലോട്ടാക്കണം. സെറ്റിലോട്ടാക്കുമ്പോൾ ചിന്തിക്കേണ്ടത് സെറ്റിനൊരു പേര് കൊടുക്കാം. അതിന് എന്താണ് ബ്രേസസ് ബ്രാക്കറ്റിനകത്ത് ടേംസിന് കോമ ഇട്ട് വേണം എഴുതി മാറ്റേണ്ടത്. ഇതാണ് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന്റെ പ്രോബ്ലംസ് ഈ സിംഗിൾ ടൈപ്പ് ഒന്നുമല്ല, ഇനി വേറെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിലോട്ടെല്ലാം നമുക്ക് പോയതിനു ശേഷം നമ്മൾ സെക്കൻഡ് മെത്തേഡ് പഠിക്കുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് റോസ്റ്റർ ഫോമിന്റെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തിട്ട് അടുത്ത എന്താണ് മെത്തേഡിലോട്ട് നമ്മൾ പോകും. ഓക്കെ, ബൈ.